ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ട വെച്ചുള്ള നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. കനം കുറച്ചരിയണേ. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണേ. അതും ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കണേ. കൊത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞാൽ മതിയേ. കുറച്ച് മതിയേ. ഇത്രയും മതി. ഇനി ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതും ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കണേ. കനം കുറച്ചിട്ട് അരിയണം. മുട്ടയാകുമ്പോഴത്തേന് ഇത്തിരി എരിവുള്ളതാണ് നല്ലത്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതിയേ. ഇനി ഞാൻ ഈ മുട്ടയൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പം ഞാനിത് 4ആക്കി മുറിച്ച് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചോപ്പറിലിട്ട് അടിച്ചെടുത്താലും മതി. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവണ്ട, പതുക്കെ ഒന്ന് വലിച്ചാൽ മതിയേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടെ ആവണേ, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ വലുതായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കണേ, നല്ല പൊടി പോലെ. എല്ലാം കുടഞ്ഞിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കണം. മുട്ടയ്ക്ക് എപ്പോഴും കുരുമുളകൊക്കെ ഉള്ളതല്ലേ നല്ലത്. 1/2 ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത പൊടിയാണ്. നമ്മുടെ പിരിയൻ മുളക് സാദാ മുളകും കൂടെ പൊടിച്ചത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണേ. ആ ഉപ്പും മുളകും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവണേ. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി, 1 സ്പൂൺ വെള്ളം. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണേ.
ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ലതുപോലെ കുഴച്ചിട്ട് നോക്കട്ടെ, എന്നിട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ. കണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം ഉരുണ്ട് വരുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇങ്ങനെ ഉരുണ്ട് വരുവാണെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളമൊന്നും തളിക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണേ. വലിപ്പം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കണേ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയാണ് എടുക്കണേ. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 സ്പൂൺ കടലമാവുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഉപ്പ്, ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. 1/4 ടീസ്പൂൺ മുളക് പൊടി, അപ്പം നമുക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ടയൊന്നുമില്ലാതെ. ഒത്തിരി അങ്ങോട്ട് വെള്ളം കൂടി പോവണ്ട. ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കാം. നല്ലപോലെ ഇളക്കണം. ഈ വെള്ളം മതിയേ. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളേ. നമുക്കൊരു കുഴിയൻ ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ ഉണ്ട ഇങ്ങനെ പിടിച്ചിടുമ്പം നല്ലതുപോലെ കുഴിഞ്ഞു കിടക്കും. ഇതുപോലെ മുക്കി ഇടണം. ഇതിപ്പോൾ ഈ പരന്ന ചട്ടി ആയതുകൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണേ. കുഴിയുള്ള ചട്ടിയാണെങ്കിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യവും വരില്ല. ഇത് പരന്ന ചട്ടിയാകുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ പരന്ന് കിടക്കുമല്ലോ. എല്ലാം ഇതേപോലെ തന്നെ പിടിച്ചിടാം. തീ എപ്പോഴും കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പുറം ഭാഗം അങ്ങോട്ട് വങ്ങിപ്പോകും, ഉള്ളു വേവാതെ ഇരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെച്ചാൽ മതിയേ. എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ മുക്കിയിടാം. ഇനി പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടരുതേ. 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടേ മറിച്ചിടാവുള്ളൂ. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെ മറിച്ചിടണേ. ഇനി പെട്ടെന്നാവും. തീ കൂട്ടി വെക്കരുതേ.
ഇനി നമുക്കിത് ഓരോന്നെ എടുത്തു മാറ്റാം. അപ്പോൾ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതിന് നമുക്ക് മുട്ട ബോണ്ടയെന്നോ മുട്ട ബജിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.